EVSന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 3 ആയ വാട്ടർ ആൻഡ് സോയിൽ എന്ന ചാപ്റ്ററിലെ പാർട്ട് 2 ക്ലാസ്സാണിത്. പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റെയിൻ ഗേജിനെ കുറിച്ച് പഠിച്ചു, വാട്ടറിൻ്റെ പർപ്പസും അതുപോലെ സോഴ്സസും വാട്ടർ സോഴ്സസും ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ ആണ്, മണ്ണിൻ്റെ പ്രാധാന്യം. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ ഒരു ഹെഡ്ജ് ഹോഗ് ഉണ്ട് അല്ലേ? ഹെഡ്ജ് ഹോഗ് എന്താ പറയുന്നത്? ഹീ ലിവ് ഇൻ ദ ബാറോസ് ഇൻ ദ സോയിൽ. എന്താ പറയുന്നത്? ഞാൻ മാളത്തിലാണ് താമസിക്കുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഐ വാസ് ഇൻ ദ സോയിൽ ആൻഡ് കെയിം ഔട്ട് വെൻ ഐ റിസീവ്ഡ് വാട്ടർ. വെള്ളം കിട്ടിയപ്പോൾ ഞാൻ എന്താണ്? പുറത്ത് വന്നു അല്ലേ? മണ്ണിൽ നിന്നും പുറത്ത് വന്നു എന്നാ പറയുന്നത്. ആരാ പറയുന്നത്? ഒരു പ്ലാന്റ് ആണല്ലേ. നെക്സ്റ്റ് എന്താണ്? ഐ ആം ഓൾവേസ് ഇൻ ദ സോയിൽ. അവിടെ ഒരു എർത്ത് വേമിനെ കാണുന്നുണ്ട് അല്ലേ? എർത്ത് വേം എന്താ പറയുന്നത്? ഞാൻ എപ്പോഴും മണ്ണിൽ തന്നെയാണ്. നെക്സ്റ്റ് എന്താണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ക്രീച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം ദ സോയിൽ. എന്താ പറയുന്നത് അവിടെ? മണ്ണ് കൊണ്ട് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ഫോർ ലിവിങ്, ഫോർ ഫുഡ്, ഫോർ ഗ്രോ പ്ലാന്റ്സ്. എന്താണ്? അവർക്ക് ജീവിക്കാൻ മണ്ണ് വേണം അല്ലേ? അതുപോലെ അവർക്ക് ആഹാരത്തിനും എന്ത് വേണം? മണ്ണ് വേണം. പിന്നെ എന്താണ്? സസ്യങ്ങൾക്ക് വളരാനും മണ്ണ് വേണം. ഹൗ എബൌട്ട് ഹൗസ്? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഫോർ ഫാമിംഗ് അല്ലേ? കൃഷി ചെയ്യാൻ എന്താണ്? സോയിലിൻ്റെ ആവശ്യമുണ്ട് നമുക്കില്ലേ? അതുപോലെ എന്താണ്? ഫോർ പ്ലാന്റിങ് ട്രീസ്, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് എന്ത് വേണം? സോയിൽ വേണം. അതുപോലെ എന്താണ്? ഫോർ കൺസ്ട്രക്ഷൻ വർക്ക്, നമുക്ക് വീടുകൾ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ എന്ത് വേണം? മണ്ണ് വേണം അല്ലേ? അതുപോലെ എന്താണ്? ഫോർ പോട്രി മേക്കിംഗ് അല്ലേ? അതായത് നമ്മൾ മണ്ണ് കൊണ്ട് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ? ക്ലേ വർക്കും ഒക്കെ, അതിൻ്റെ പർപ്പസിന് എന്ത് വേണം? നമുക്ക് സോയിൽ വേണം അല്ലേ? ലെറ്റ് us ക്രിയേറ്റ് മോഡൽസ്, രൂപങ്ങൾ ഉണ്ടാക്കാം. ഹാവ് യു സീൻ ദ മോഡൽസ് ക്രിയേറ്റഡ് ഫ്രം ക്ലേ? ലെറ്റ് us ട്രൈ ടു മേക്ക് സച്ച് മോഡൽസ്. എന്താ പറയുന്നത്? ഇവിടെ ഒരുപാട് കളിമണ്ണ് വെച്ചിട്ട് രൂപങ്ങൾ ഉണ്ടാക്കി കണ്ടില്ലേ? ഇതുപോലെ നമുക്കും ഉണ്ടാക്കാം. ഓർഗനൈസ് ആൻ എക്സിബിഷൻ വിത്ത് ദ മോഡൽസ് ദാറ്റ് യു ക്രിയേറ്റഡ്. എന്താ പറയുന്നത്? എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ മോഡൽസ് വെച്ചിട്ട് ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി സോയിൽ യൂസ്ഡ് ടു ക്രിയേറ്റ് ഷേപ്സ്? എന്താണ്? നിർമ്മാണത്തിന് ഉപയോഗിച്ച മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. എക്സാമിൻ ദ കളർ ആൻഡ് ദ സൈസ് ഓഫ് ദി ഗ്രെയിൻസ്. എന്താണ്? മണ്ണിൻ്റെ കളറും അതുപോലെ തരികളുടെ വലിപ്പവും പരിശോധിക്കണം. എന്നിട്ടെന്താണ്? ആർ ദ സോയിൽ സീൻ അറൗണ്ട് അസ് ദ സെയിം? അതുപോലെ നമ്മുടെ ചുറ്റും കാണുന്ന മണ്ണൊക്കെ എല്ലായിടത്തും കാണുന്നത് ഒരുപോലത്തെ മണ്ണാണോ? നോ അല്ലേ? ലെറ്റസ് എക്സാമിൻ, നമുക്ക് പരിശോധിക്കാം. എങ്ങനെയാണ്? കളക്ട് സോയിൽ ഫ്രം യുവർ സ്കൂൾ കോർട്ട്യാർഡ്, അണ്ടർനീത്ത് എ ട്രീ, ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട്. എവിടുന്നൊക്കെയാണ് സോയിൽ കളക്ട് ചെയ്യാൻ പറഞ്ഞത്? സ്കൂളിലെ മുറ്റം അല്ലേ? സ്കൂളിലെ മുറ്റം, അതുപോലെ മരച്ചുവട്ടിൽ നിന്നും, അതുപോലെ നിങ്ങളെ ഗാർഡനിൽ നിന്നും, അതുപോലെ നിങ്ങൾ കളിക്കുന്ന സ്ഥലത്ത് നിന്നും മണ്ണ് കളക്ട് ചെയ്യണം. എന്നിട്ട് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, സ്കൂൾ കോർട്ട്യാർഡ്. കളർ ഓഫ് ദി സോയിൽ, അവിടെ നിന്ന് കിട്ടിയ സോയിലിൻ്റെ കളർ എന്താണ്? ഒരു റെഡിഷ് കളറാണല്ലേ ഉണ്ടാവുക. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സൈസ് ഓഫ് ദി ഗ്രെയിൻസ് ആർ ബിഗ് അല്ലേ? എന്താ പറയുന്നത്? അതിൻ്റെ തരികൾ വലിയ തരികളായിരിക്കും. പിന്നെ എന്താണ്? അത് നല്ല ഡ്രൈ ആയിട്ടുള്ള സോയിലായിരിക്കും, ഡ്രൈ സോയിൽ. ഓക്കെ. നെക്സ്റ്റ് എവിടെ നിന്നാണ്? അണ്ടർനീത്ത് എ ട്രീ, മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എടുത്ത മണ്ണിൻ്റെ കളർ എന്താണ്? ബ്രൗൺ കളറാണ് കേട്ടോ. അതിൻ്റെ ഫീച്ചർ എന്താണ്? സൈസ് ഓഫ് ദി ഗ്രെയിൻസ് ആർ സ്മോൾ. ആൻഡ് നെക്സ്റ്റ് എന്താണ്? വെറ്റ് സോയിൽ, അതിങ്ങനെ കുറച്ച് നനവുള്ള മണ്ണായിരിക്കും അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, അത് അവിടുന്ന് കിട്ടിയ മണ്ണിൻ്റെ കളറ് ബ്രൗൺ. അതിൻ്റെ ഫീച്ചർ എന്താണ്? സൈസ് ഓഫ് ഗ്രെയിൻസ് ആർ സ്മോൾ അല്ലേ? സ്മോൾ സൈസ് ആയിരിക്കും. പിന്നെ എന്താണ്? വെറ്റ് സോയിൽ ആയിരിക്കും അല്ലേ? നെക്സ്റ്റ് പ്ലേ ഗ്രൗണ്ടിലെ സോയിലിൻ്റെ കളർ എന്താണ്? റെഡിഷ് കളറായിരിക്കും. അതെന്താണ്? സൈസ് ഓഫ് ഗ്രെയിൻസ് ആർ ബിഗ് അല്ലേ? അതുപോലെ എന്താണ്? ഡ്രൈ സോയിലായിരിക്കും. ഡു യു ഓൾ ദ സോയിൽ ദാറ്റ് യു കളക്റ്റഡ് ഹാവ് ദ സെയിം കളർ? നിങ്ങൾ ശേഖരിച്ച മണ്ണിനൊക്കെ ഒരേ കളറാണോ ഉള്ളത്? നോ അല്ല അല്ലേ? ആർ ദർ ഡിഫറൻസസ് ഇൻ ദ സൈസ് ഓഫ് ഗ്രെയിൻസ്?
തരികളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടല്ലേ? യെസ്. റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഈ കണ്ടെത്തലുകൾ നിങ്ങൾ എവിടെ എഴുതണം? നിങ്ങളെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതണം. ദ സ്റ്റോറി ഓഫ് ദി സോയിൽ. മണ്ണിൻ്റെ കഥ. ഫ്രണ്ട്സ്, യു നോ മീ. എന്താ പറയുന്നത്? കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്നെ അറിയോ? ഐ ആം ദി സോയിൽ. ഞാനാണ് മണ്ണ്. ഐ ആം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഞാൻ പല തരത്തിലുണ്ട്. മൈ നേച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലാണ്. ദർ ആർ ലാക്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് മെനി അതർ കമ്പോണൻസ് ഇൻ മീ. എന്താ പറയുന്നത്? ഒരുപാട് ലക്ഷക്കണക്കിന് സൂക്ഷ്മജീവികളും അതുപോലെ ജൈവഘടകങ്ങളും അടങ്ങിയതാണ് ഞാൻ എന്നാണ് മണ്ണ് പറയുന്നത്. ഐ ബിക്കേം ലൈക്ക് ദിസ് ത്രൂ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓഫ് കണ്ടിന്യൂസ് ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ പ്രോസസ്സ്. എന്നാണ് ആയിരക്കണക്കിന് വർഷത്തെ അജൈവ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഞാൻ രൂപം കൊണ്ടിട്ടുള്ളത് എന്നാണ് മണ്ണ് പറയുന്നത്. ഓക്കെ, ഡു യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് സോയിൽ? നിങ്ങൾക്ക് മണ്ണിൻ്റെ കഥ ഇഷ്ടമായോ? യു ഹാവ് റീഡ് ദ ബിഗിനിങ് ഓഫ് ദി സ്റ്റോറി ഓഫ് ദി സോയിൽ. മണ്ണിൻ്റെ കഥ കുറച്ച് വായിച്ചില്ലേ? ഫൈൻഡ് ഔട്ട് ദ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോസസ് ത്രൂ വിച്ച് ദ സോയിൽ ഈസ് ഫോംഡ്. മണ്ണ് ഉണ്ടാകുന്ന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കണ്ടെത്താനാണ് പറയുന്നത്. Then discuss with your friends, complete the story of this soil and write in it your environmental science diary. എന്താ പറയുന്നത്? എന്നിട്ട് നിങ്ങളെ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ഈ കഥ പൂർത്തിയാക്കി എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാനാണ്. ഓക്കെ. വിത്തിൻ ദ സോയിൽ. വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് ദാറ്റ് ലിവ് വിത്തിൻ ദ സോയിൽ? ട്രൈ ടു റൈറ്റ് ഇറ്റ്. എന്താ പറയുന്നത്? മണ്ണിനുള്ളിൽ എന്തെല്ലാം ജീവികളാണ് ജീവിക്കുന്നത് എന്ന് എഴുതാനാണ് പറയുന്നത്. എന്തെല്ലാം ഉണ്ടാവും? ആൻറ്റിലിനിലെ കുഴിയാനേനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ മണ്ണിൽ? അതുപോലെ ആൻറ്റ് ഉണ്ടായിരിക്കും, ബാക്ടീരിയ, അതുപോലെയുള്ള വേംസ്, അതുപോലെ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാവും കേട്ടോ മണ്ണിൽ. ഒബ്സർവ് ദ സോയിൽ ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ് യൂസിങ് ഇൻ എ ഹാൻഡ് ലെൻസ്. ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് സ്കൂളിൻ്റെ മുറ്റത്തൊക്കെയുള്ള മണ്ണ് എടുത്ത് നോക്കിയിട്ട് കണ്ടെത്താനാണ് പറയുന്നത്. വിച്ച് ക്രീച്ചേഴ്സ് വെർ യു ഏബിൾ ടു ഫൈൻഡ്? എന്നിട്ട് നിങ്ങൾ അതിൽ ഏതൊക്കെ ക്രീച്ചേഴ്സിനെ, ജീവികളെയാണ് കണ്ടത് എന്ന് നോക്കാം. ഓക്കെ. വെർ ഡു ദേ ഗെറ്റ് ദ ഫുഡ്, വാട്ടർ ആൻഡ് ദ എയർ ദാറ്റ് ദേ നീഡ്? അവർക്ക് ആവശ്യമുള്ള ഫുഡും വാട്ടറും എയറൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ലെറ്റസ് ഡു സം എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ദിസ് ഔട്ട്. എന്താ പറയുന്നത്? അത് കണ്ടെത്താനായിട്ട് നമുക്ക് കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, ആർ യു റെഡി ഫോർ ഡു സം എക്സ്പെരിമെൻറ്റ്സ്? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ദി ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. എയർ ഇൻ ദ സോയിൽ. എന്താ പറയുന്നത്? മണ്ണിലുള്ള വായു കണ്ടെത്താനുള്ള പരീക്ഷണമാണ് ഫസ്റ്റ്. ഈസ് ദർ എയർ ഇൻ ദ സോയിൽ? മണ്ണിൽ വായു ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? നമുക്കത് എങ്ങനെ കണ്ടെത്താം? ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ, ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ആൻഡ് പുട്ട് ദ സോയിൽ ക്ലംസ് ഇൻ ഇറ്റ്. എന്താ പറയുന്നത്? കുറച്ച് ഉണങ്ങിയ മൺകട്ടകൾ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് ആ മൺകട്ടകൾ ഇട്ട് കൊടുക്കുക. വാട്ട് ഈസ് ഹാപ്പനിങ്? എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി, ഷെയർ ദ ഫൈൻഡിങ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്. എന്നിട്ട് എന്താണ് കണ്ടത് എന്നുള്ളത് നിങ്ങളെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതിയിട്ട് കൂട്ടുകാരുമായി പങ്കുവെക്കണം. ഓക്കെ, എന്താണ് കാണുക? എറൈസ് ആൻഡ് എയർ ബബിൾസ്. വായിൽ കുമിളകൾ ഇങ്ങനെ മുകളിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക്. നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് എന്താണ്? വാട്ടർ ഇൻ ദ സോയിൽ. മണ്ണിലെ ജലാംശം. ആർ ദർ ട്രേസ് ഓഫ് ദി വാട്ടർ ഇൻ ദ സോയിൽ? മണ്ണിൽ ജലാംശം ഉണ്ടോ? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? അതെങ്ങനെ നമുക്ക് കണ്ടെത്താം? കളക്ട് ദ സോയിൽ ഫ്രം ദി ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻസൈഡ് എ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്ന് കുറച്ച് മണ്ണ് കളക്ട് ചെയ്തിട്ട് ഒരു ചില്ല് ഗ്ലാസ് പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. ഓക്കെ. ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇൻ ഇറ്റ് സൺലൈറ്റ്, എക്സാമിൻ ഇൻ ആഫ്റ്റർ 10 മിനിറ്റ്സ്. എന്താ പറയുന്നത്? എന്നിട്ടത് ആ ബോട്ടിൽ ക്ലോസ് ചെയ്തിട്ട് വെയിലത്ത് ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നമ്മളത് പരിശോധിക്കണം. വാട്ട് ചേഞ്ചസ് ഡിഡ് യു ഫൈൻഡ്? എന്താ ചോദിക്കുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കണ്ടത്? വാട്ട് ഈസ് സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദി ബോട്ടിൽ? അതിൻ്റെ സൈഡിലൊക്കെ എന്താണ് കാണുന്നത്? എന്താ കാണുന്നത്? കുറച്ച് വാട്ടർ ഡ്രോപ്സ് കാണാൻ കഴിയും അല്ലേ? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൺ? അതെങ്ങനെയാണ് സംഭവിച്ചത്? പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ നോട്ട്.
അതിനെക്കുറിച്ചുള്ളൊരു ഒബ്സർവേഷൻ നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ബയോമാസ് ഇൻ ദി സോയിൽ. എന്താണ്? മണ്ണിലെ ജൈവാംശം കണ്ടെത്താനുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ഫിൽ ഹാഫ് ഓഫ് എ ഗ്ലാസ് വിത്ത് ദ സോയിൽ ഫ്രം ദി ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. എന്താ പറയുന്നത്? നിങ്ങളെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് പകുതി മണ്ണെടുക്കുക. പ്യുവർ വാട്ടർ ഇൻ ടു ദീസ് ആൻഡ് മിക്സ് വെൽ. എന്താ പറയുന്നത്? നല്ല വെള്ളം, കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ മണ്ണിലേക്ക് നന്നായി മിക്സ് ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ക്യാൻ യു സീ? എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്നിട്ട് എന്താ കാണാൻ കഴിയുന്നത്? പ്രിപ്പയർ ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട്. എന്നിട്ട് അത് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. എന്താ അതിൽ കാണുന്നത്? നമുക്ക് കുറച്ച് ഡ്രൈ ലീവ്സും അതുപോലെ പാർട്സ് ഓഫ് സ്റ്റെമ്മും കാണാൻ കഴിയില്ലേ? നമുക്ക് ആ ഒരു ബയോമാസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടറിൽ അതാണ് കാണാൻ കഴിയുക. ബയോമാസ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ് ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റെം, റിമൈൻസ് ഓഫ് ക്രീച്ചേഴ്സ് എക്സെട്ര. എന്താ പറയുന്നത്? ബയോമാസ്, ജൈവാംശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണങ്ങിയ ഇലകളും അതേപോലെ കമ്പുകളും ചുള്ളികളും അതായത് ജീവികളെ അവശിഷ്ടങ്ങളൊക്കെ അടങ്ങിയതാണ് എന്ത്? ബയോമാസ്. പ്ലാന്റ്സ് ഗ്രോ അബണ്ടൻറ്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് ദ മോർ ബയോമാസ്. എന്ന് പറയുന്നത് കൂടുതൽ ജൈവാംശമുള്ള മണ്ണിലാണ് എന്ത്? ചെടികളൊക്കെ നന്നായി വളരുക. സോയിൽ വിത്ത് ബയോമാസ് ഈസ് ദ ഫുഡ് ഓഫ് എർത്ത് വേംസ്. നല്ല എന്താ പറയുക, ജൈവാംശമുള്ള മണ്ണാണ് എന്താണ്? മണ്ണിരയുടെ ആഹാരം. വേർ ഈസ് ദ സോയിൽ വിത്ത് മോർ ബയോമാസ് ഇൻ യുവർ ഹോം സറൗണ്ടിങ്സ്? ഫൈൻഡ് ഔട്ട്. നിങ്ങളെ വീട്ടുപരിസരത്തും ബയോമാസ്, ജൈവാംശം കൂടുതലുള്ള മണ്ണ് എവിടെയാണെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, ദർ ആർ ലാക്സ് ഓഫ് ക്രീച്ചേഴ്സ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ സോയിൽ. എന്താ പറയുന്നത്? മണ്ണിന് അകത്തും പുറത്തുമായിട്ട് ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട്. ഓക്കെ, പ്ലാന്റ്സ് ഗ്രോ ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. മണ്ണിൽ നിന്ന് പ്ലാന്റ്സ് എന്താണ്? മിനറൽസും വാട്ടറൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അവരങ്ങനെയാണ് പ്ലാന്റുകൾ ജീവിക്കുന്നത്. ഓക്കെ, ഗ്രോ ചെയ്യുന്നത്. ക്രീച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി സോയിൽ ഫോർ മെനി പേർപ്പസ്. നമ്മൾ മനുഷ്യന്മാരും ഒരുപാട് ജീവികളൊക്കെ ഒരുപാട് പേർപ്പസിന് വേണ്ടിയിട്ടാണ് എന്താണ്? മണ്ണിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ഓക്കെ, വി ക്യാൻ സർവൈവ് ഓൺലി ബൈ പ്രൊട്ടക്റ്റിംഗ് ദ സോയിൽ ഫ്രം പൊല്യൂഷൻ ആൻഡ് പ്രിസർവിങ് ഇറ്റ് ഫ്രം ലോസ് ഓഫ് ഫെർട്ടിലിറ്റി. എന്താണ്? മണ്ണിൻ്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെടാതെ അതിനെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക്, അതിനെ മലിനമാക്കാതെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ലെറ്റസ് അസസ് കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ്. എന്താ പറയുന്നത്? ഈ ആശയഭൂപടം താഴെ ഒരു കോൺസെപ്റ്റ് മാപ്പ് കൊടുത്തിരിക്കുന്നുണ്ട്. അത് എന്താണ്? ഫിൽ ചെയ്യാനാണ് പറയുന്നത്. വാട്ടർ ആൻഡ് സോയിൽ അല്ലേ? കമ്പോണൻസ് ഇൻ ദി സോയിൽ. മണ്ണിൻ്റെ ഘടകങ്ങൾ, മണ്ണിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? വാട്ടർ, എയർ, ബയോമാസ്. ക്രീച്ചേഴ്സ് ഇൻ ദി സോയിൽ. മണ്ണിലുള്ള ജീവികൾ ഏതൊക്കെയാണ്? എർത്ത് വേം, ആൻറ്റ്ലിൻ കുഴിയാന, ആൻഡ് ഉറുമ്പുകൾ അല്ലേ? യൂസ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ടു ഡ്രിങ്ക്, ടു ബാത്തിങ് അല്ലേ? നമ്മൾ കുളിക്കാനും കുടിക്കാനും, പിന്നെ ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. വാട്ടർ സോഴ്സസ്. ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? റിവർ, പോണ്ട്, വെൽ. നെക്സ്റ്റ് എന്താണ്? കുട്ടൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച് ദ റിവർ സൈഡ് ടു പ്ലേ. എന്താണ്? കുട്ടനും കൂട്ടുകാരും എന്താണ്? ഒരു പുഴയുടെ തീരത്ത് കളിക്കാനെത്തി. ദേ ത്രോ ദ സ്വീറ്റ് വേപ്പേഴ്സ് ഇൻ ടു ദി വാട്ടർ. എന്താണ്? അവർ കഴിച്ച മിഠായിയുടെ പൊതികൾ എന്ത് ചെയ്തു? അവരെ വെള്ളത്തിലേക്ക് എറിഞ്ഞു. എ ഫിഷ് ഫ്രം ദി റിവർ ടോൾഡ് ദം. അത് കണ്ടപ്പോൾ പുഴയിലുള്ള ഒരു മീന് അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദ റിവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസ് ജസ്റ്റ് ആസ് യുവർ ഹോം ടു യു. എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെ വീട് പോലെ തന്നെ എന്താ പ്രധാനമാണ് ഞങ്ങൾക്കും ഈ പുഴ. ഈ പുഴയാണ് അവരെ വീട് അല്ലേ? ഡു യു അഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? വൈ? വാട്ട് ഷുഡ് വി ഡു ടു പ്രൊട്ടക്ട് ദ വാട്ടർ സോഴ്സസ്? നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒപ്പീനിയനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? അതേപോലെ വാട്ടർ സോഴ്സസ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ യെസ്, ഐ അഗ്രി വിത്ത് ദ ഒപ്പീനിയൻ. ദ റിവർ ഈസ് ദെയർ ഹോം അല്ലേ? സോ ഡോണ്ട് ത്രോ വേസ്റ്റ് ഇൻ ടു റിവർ ആൻഡ് അതർ വാട്ടർ സോഴ്സസ് അല്ലേ? പുഴയിലേക്ക് എന്നല്ല, അതുപോലുള്ള മറ്റ് ജലസ്രോതസ്സുകളിലേക്കൊന്നും വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞ് അതിനെ പൊല്യൂട്ട് ചെയ്യാതിരിക്കണം. ഓക്കെ, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, തുടർ പ്രവർത്തനങ്ങൾ അല്ലേ? ഫസ്റ്റ് വൺ എന്താണ്? കളക്ട് സം സ്റ്റോൺസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ക്രഷ് ദം വെൽ. എന്താ പറയുന്നത്?
പല നിറത്തിലുള്ള കല്ലുകൾ എടുത്തിട്ട് നന്നായിട്ട് പൊടിക്കണം. ഡ്രോ പിക്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് അതർ തിങ്സ് ഓൺ എ ചാർട്ട് പേപ്പർ ആൻഡ് സ്റ്റിക്ക് ദ പവേർഡ് സോയിൽ ഇൻ ദ പിക്ചർ യൂസിങ് ഗം. എന്താ പറയുന്നത്? എന്നിട്ട് ചാർട്ട് പേപ്പറിൽ പൂക്കളുടെയോ എന്തിനെങ്കിലും ഒരു ചിത്രം വരച്ചിട്ട് പശ തേച്ചിട്ട് ഈ മണ്ണ് അതിലിട്ടിട്ട് ഒരു പിക്ചറാക്കി എടുക്കാനാണ്, പതിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വർക്ക് എന്താണ്? ഓർഗനൈസ് ആൻ എക്സിബിഷൻ ഇൻ യുവർ സ്കൂൾ യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ കളക്റ്റഡ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് വർക്ക് എന്താണ്? പലതരം മണ്ണുകൾ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങളെ സ്കൂളിലൊരു എക്സിബിഷൻ സംഘടിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ EVSലെ 3rd ചാപ്റ്ററായ വാട്ടർ ആൻഡ് സോയിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പാർട്ട് 1 ക്ലാസ്സും പാർട്ട് 2 ക്ലാസ്സും എല്ലാവരും കാണുക. ഇതുവരെ എടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.